ഏഴു സ്വരങ്ങളിൽ പൊന്മുരളി തഴുകി ശ്രുതി പകരൂ പൂങ്കുയിലേ. ഏഴു വർണ്ണങ്ങളും പീലിയിൽ വിതറി നടമാടു പൂമയിലേ. അതിനെഞ്ചിനിടക്കിൽ പാടിയാടാൻ അമ്പലപ്പുഴ കണ്ണന്റെ പാട്ട്. അരുമഭക്തർക്കെന്നെന്നും നന്മ വിളയാൻ അൻപേഴുന്ന ഭഗവാന്റെ പാട്ട്. ആ കാവ്യ മികവ് പാടിയാടും മാനവരെ. അനുപമ കീർത്തിയുടെ പായസപ്പാട്ട്, അമ്പലപ്പുഴ കണ്ണന്റെ പാൽപായസ പാട്ട്. സമഗമഗരി സരിതാപഗമപദനിസ. ടിപ്പുവിന്റെ പടയോട്ട കാലത്തുപോലും ഗുരുവായൂരപ്പനഭയം തന്നൊരു ക്ഷേത്രം. നിർമാല്യം തൊട്ടു തുടങ്ങിടും ഈ പായസത്തിൻ നിർമ്മാണം ഉച്ചപൂജയെത്തുമെന്നതിൽ നീലവന്നു ഗോപാലകഷായമെന്നതേ. പാലും നൂറും മുറുക്കരിയും പായസമായി കഴിയവേ പാർത്ഥസാരഥി ഭഗവാനെ വിളിക്കും ശാന്തിമാ. ഉച്ചപൂജ കഴിഞ്ഞതും പാൽ പായസമുണ്ണുവാന് ഉണ്ണിക്കണ്ണൻ കുസൃതികളോടെ തുമി വീടേ. അമ്പലപ്പുഴ പാൽ പായസ പാട്ടിന്നൊരു കഥയുണ്ട്. ആ കഥയും പാട്ടിലൂടെ ചൊല്ലിടും നീതാ. അമ്പലപ്പുഴ രാജാവിൻ കൃഷിയിടം തന്നിലാ അനുദിനം വെട്ടുകിളികൾ നെല്ലു കൊയ്തുപോയി. അക്കാലം കൃഷി ഇറക്കാൻ വിത്തില്ലാതായതും അരജനോ പട്ടമന ഇല്ലത്ത് ചെന്നേ. അന്നേരം പട്ടമന തിരുനേനി മനം കൊണ്ട് 5000 പറ നെല്ലു കൊടുത്തേ. ഉച്ചപൂജയ്ക്കും മുമ്പേ നെല്ലു കൊണ്ടുപോകണം. ഉത്സാഹം കെട്ടു തിരുമേനി തന്നുള്ളം. ആരൊരുമില്ല സഹായത്തിനന്നേരം ആ നെല്ലിൽ നിന്നൊരു പിടിയും വാരി ഇടനെഞ്ചു ചേർത്തു തിരുമേനി മൊഴിഞ്ഞു. ഈ നെല്ലിൻ പലിശയും എൻ മനവും ചേർത്തു ഇന്ദിവരാക്ഷനു ഞാൻ പായസം നേനേ. ഇടതുമണിക്കിണറിലെയും ഇടപ്പള്ളി കിണറിലെയും ഇന്ദ്രനീല തെളിവാർന്ന നീരെടുത്ത് ഇറന പശുവിന്റെ പാലൊഴിച്ച് നന്നായി കുറുക്കി പഞ്ചാര ചേർത്ത് നന്ദകുമാരൻ തന്റെ മന്ത്രങ്ങളോലും ചെമ്പകപ്പു നിറം വരെ പായസ പാചകം. അഖിലലോകക്കെന്നും ഇത് ദിവ്യൗഷധം. പകലിരവുകളില്ലാതെ പല നാടുകളിൽ നിന്നും പാൽപായസമുണ്ണുവാൻ ഭക്തർ വരുമ്പോൾ പരുന്തിൻ രാജശിരസിലാൽ പത്മനാഭ പ്രഭ തൂകി പരിരക്ഷകനായി ഭവാൻ പുഞ്ചിരി തൂകും. തെയ്യാരേ തെയ്യാ തക തെയ്യാരേ